അപ്പോൾ വെൽക്കം ബാക്ക് ടു എ ഫുഡ് ചലഞ്ച്. അപ്പോൾ കിഡ്ഡി വ്ലോഗ് ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ചലഞ്ച് ഫൈനലി ജയിച്ചതും ആ ഒരു തുള്ളിച്ചാടുന്ന കുഞ്ഞിപ്പുഴ തന്നെയാണ് കേട്ടോ. കുഞ്ഞുമക്കൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിച്ചു കൊടുക്കണേ. വീഡിയോയിൽ കാണുന്നില്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത് ഒരുപാട് ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. വീഡിയോ എന്ന് പറയുന്നത് ഒരാഗ്രഹവും കൂടിയായിരുന്നു അവരുടെ. ഒരുപാട് റീലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് കുറച്ച് നാളായി പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു മാഗിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് നമ്മളതൊന്ന് സെറ്റ് ചെയ്തു. ഐസ്ക്രീമും ഉണ്ടായിരുന്നു. വീട്ടിലുള്ള ഏറ്റവും ചെറിയ ആളുകൾ ജയിക്കുന്നതാണ് കേട്ടോ ശരിക്കും ഒരു സന്തോഷം. കാരണം അവർ ജയിച്ചില്ലെങ്കിൽ അവർ അടി ഉണ്ടാക്കും, അവസാനം കരയും. എല്ലാതും സെക്കൻഡ് ഹാൻഡ് ഉപയോഗിച്ച് എല്ലാം വാശി പിടിച്ച് വാങ്ങുക, അല്ല അധികാരം വാശി പിടിച്ച് വാങ്ങുന്ന എല്ലാവരും ആയിരിക്കും. ഇപ്പോൾ സ്വന്തം അമ്മയുടെ അടുത്ത് കിടക്കാൻ കൂടി മൂത്ത കുഞ്ഞിനെ സമ്മതിക്കില്ല ഏറ്റവും ഇളയത്. എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ. കിടക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, എന്നാൽ അമ്മ അവൻ്റെ സ്വന്തമാണ്, അച്ഛൻ അവൻ്റെ സ്വന്തമാണ്. മൂത്ത കുട്ടീനെ ചേട്ടനാണ്, പക്ഷേ എങ്കിലും എൻ്റെ അച്ഛനമ്മയും അങ്ങനെ ഒരു മൈൻഡൊക്കെ ഉള്ളൊരു കുട്ടിക്കുറുമ്പനാണ്. അപ്പോൾ അവന് ഇതെന്ന് പറയുന്നത് ജയിച്ചത് കൊണ്ട് വളരെ ഹാപ്പിയായിരുന്നു. തോറ്റെങ്കിൽ അവിടെ ഇടഞ്ഞു കരഞ്ഞു വിഴിഞ്ഞിരുന്നു. പിന്നെ മൂത്തവര് രണ്ടാമത്തത് വരുമ്പോൾ സ്ഥാനം വിഴിഞ്ഞു കൊടുത്തവരല്ലേ, അവർക്കതൊക്കെ ക്ഷമിക്കാനും പറ്റും. എന്തൊക്കെ പറഞ്ഞാലും ഒരു 5 നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരിക്കില്ല കേട്ടോ. ഒറ്റയ്ക്കായി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അന്വേഷണം എപ്പോഴാണ് വരിക. അനിയനാണെങ്കിൽ ചേട്ടൻ എപ്പോൾ വരും, ചേട്ടനാണെങ്കിൽ അനിയൻ എപ്പോൾ വരും, അതത്രയേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും പിടിവലിയൊക്കെ വരുന്നുണ്ട്. എങ്കിലും അത് അവരുടെ ആ ഒരു ഇതിൽ അങ്ങ് പോകുകയാണ്. ഗെയിം എന്ന് പറയുമ്പോൾ ആവേശമാണല്ലോ. അങ്ങനെ ഗെയിം നല്ല അടിപൊളിയായിട്ട് നടക്കുകയാണ്. പിന്നെ ക്യാമറ പോസ് ചെയ്യാനും അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആദ്യം. ഇവരുടെ ഈ സന്തോഷമൊക്കെയല്ലേ നമുക്കും വലുത്. നമ്മൾ ഓണത്തിന് പരിപാടി പ്ലാൻ ചെയ്തതാണ്, പക്ഷെ അന്ന് നമുക്ക് തിരക്കുകൾ കാരണം നടന്നില്ല. അപ്പോൾ ഇവരൊരു ആഗ്രഹം പറഞ്ഞു, പിന്നെ ചെയ്തു കൊടുക്കാതെ എങ്ങനെയാണ്. അങ്ങനെ ഈ ഒരു ഗെയിമിംഗ് ചലഞ്ച് ഏറ്റെടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണം മുതലേ ഓരോരോ കസാരക്കളിയും അതും ഇതുമായിട്ട് കുറേ നാളുകളായി പറയുന്നു അച്ഛനമ്മയും വായോ നമുക്ക് നടത്താമെന്ന്. പക്ഷെ നമുക്ക് ചിലപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാരണങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് നടത്താൻ പറ്റാറില്ല. അപ്പോൾ ഇന്ന് കുറച്ച് ദിവസമായി കുറേ റീലുകൾ കണ്ട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇന്നെല്ലാവരും വീട്ടിലുള്ളതല്ലേ അതങ്ങ് നടത്തിയേക്കാന്ന് വെച്ചത്. അടുപ്പിച്ച് കണ്ടോ ചെറുതങ്ങ് ജയിക്കുക, അടുപ്പിച്ച് ജയിക്കുക. അങ്ങനെ എല്ലാം ഓവറോൾ വീണ്ടും ആ ചെറുതിനെ തന്നെ കിട്ടി. അങ്ങനെ വീണ്ടും ആ ചെറുത് ജയിച്ച് അവൻ്റെ അതുകൊണ്ട് അവിടെ ഒരു കലഹമില്ലാതെ ഒഴിഞ്ഞു പോയി. അവസാനം ഞങ്ങൾ എന്ത് ചെയ്തു, വെള്ളം കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഫുഡ് ഇങ്ങനെ കൊടുത്തത്. കുട്ടികൾക്ക് ഇങ്ങനെ അടുപ്പിച്ച് ഫുഡൊന്നും കൊടുക്കരുത്, പെട്ടെന്ന് അവർ വാരി വലിച്ച് കഴിക്കുമ്പോൾ അത് സിരിസിൽ കയറാതെയൊക്കെ നോക്കണം. അപ്പോൾ നമ്മളതൊക്കെ നോക്കി പതിയെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒറ്റയടിക്കൊന്നും ചെയ്യരുത്. അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളാണെങ്കിലും ചലഞ്ചൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചാലും ഒറ്റയടിക്കൊന്നും ചെയ്യരുത്. നമ്മൾ തിരേശൊക്കെ നിർത്തി വെള്ളമൊക്കെ കുടിപ്പിച്ച് പതിയെയാണ് അവരെ കൊണ്ട് ചെയ്യിച്ചത്. സിരിസിലൊക്കെ കയറാതെ നമ്മൾ നോക്കിക്കൊണ്ടാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയായിട്ട് പരിപാടി അങ്ങ് അവസാനിച്ച് ഗെയിം നല്ല സൂപ്പറായിട്ട് അവസാനിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് മാഗി വേറെ തിന്നു കേട്ടോ.